ഉണ്ണിക്കണ്ണന് മുന്നിൽ ചിക്കൻ മന്തിയുമായി വിഷു പോസ്റ്റർ. അങ്ങാടിപ്പുറത്ത് ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസെടുത്തു. നല്ല കാര്യമാണ്. ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താ, ആ ചെയ്തത് വളരെ മോശമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് സ്ഥാപനം ഉണ്ടെന്ന് കരുതിയിട്ട് ആ പോസ്റ്ററും ആ പരസ്യമൊക്കെ പല സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്, ഇത് ശരിക്ക് സർക്കാർ പോലീസ് സംവിധാനം ചെയ്തത് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തടയിടൽ തന്നെയാണ്. അതിൻ്റെ ജാഗ്രത തന്നെയാണ്. ആ കേസെടുത്ത് നന്നായി. കലാപ ആഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? എന്തെല്ലാം പുകിലുകൾ അതിൻ്റെ പേരിലൂടെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി. എന്തിപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ? ഒരു ആഘോഷത്തിൻ്റെ പേരിൽ ഒരു കടയുടെ പരസ്യം കൊടുത്ത കോലം കണ്ടിട്ട് ഞമ്മക്ക് തന്നെ ഒരു പ്രയാസം തോന്നി, ഇല്ലേ? നേരെ തിരിച്ച് ഇപ്പോൾ വേറൊരു പോസ്റ്റർ ഇവരുടെ കടയുടെ മഹർ എന്ന് പറയുന്ന കടയുടെ പേരിൽ വന്നു, ഒരു പന്നി വെച്ചിട്ട് ഒക്കെ ഉള്ള അതിൻ്റെ പേരിലും കേസെടുത്തു എന്ന് ഇന്നലെ വാർത്ത കണ്ടിരുന്നു. നല്ല കാര്യം. ഇത്തരം ആളുകളെ ശരിക്ക് നമ്മളെ സമൂഹത്തിലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും തയ്യാറായി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കണം. അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ തടയിടാൻ കഴിയും. ഇത് രണ്ടു കൂട്ടർക്കും വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ സംഘി പ്രൊഫൈലുകളിൽ നിന്നൊക്കെ ചില മതവിഭാഗങ്ങളുടെയൊക്കെ വിശ്വാസങ്ങൾക്ക് നേരെ വരുന്ന എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് വളരെ മോശമായ സംഗതികൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലേ? ആ സംസാരിച്ച് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഈ നാട്ടില് ഈ കോലത്തിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഇടുമ്പോൾ ഇവർ പറയും ഞങ്ങളത് അറിവോട് കൂടി. എങ്ങനെ അറിവോട് കൂടി ആകാതെ ഇപ്പൊ ഒന്നെങ്കിൽ അത് ഹാക്ക് ചെയ്തിങ്ങാണ്ട് പോലെ പേജും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അത് സൈബർ സെല്ല് അന്വേഷിക്കുന്നതോടുകൂടി അതിന്റെ കാര്യങ്ങൾ പുറത്തു വരും. പക്ഷെ ഇത് ഉടമ തന്നെ സമ്മതിച്ചു. മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ കണ്ടു. മാപ്പ് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി അത് ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുടെ വീഡിയോ കണ്ടു. പക്ഷെ ഇത് ഇവിടെ ഒരു മാപ്പ്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് കേവലം ഒരു മാപ്പ് കൊണ്ട് തീരുമോ? നമ്മൾ കാട്ടേണ്ടതൊക്കെ അങ്ങനെ കാട്ടി എന്നിട്ടൊരു മാപ്പ് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുണ്ടാകുന്ന വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്ന ആ പ്രയാസത്തിന് ശരിക്കും നിയമ സംവിധാനങ്ങളുടെ ഒരു ശിക്ഷ ഉറപ്പാക്കണ്ടേ? അപ്പോഴല്ലേ ഇത് തടയിടാൻ കഴിയുള്ളൂ. അപ്പൊ ഏതായാലും ഈ വാർത്ത കണ്ടപ്പോൾ, ഇതിപ്പോ വന്ന വാർത്തയാണ്, ഉണ്ണിക്കണ്ണന് മുന്നിൽ ചിക്കൻ മന്തിയുമായി വിഷു പോസ്റ്റർ. അങ്ങാടിപ്പുറത്ത് ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസെടുത്തു. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ അത് നന്നായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ വാർത്ത ഇങ്ങനെ വായിച്ചിട്ട് പോലീസ് ഇതിന് കേസെടുത്തു, എന്താ ഇതിന് കേസെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കണ്ടാവും. ആലോചിച്ച് നോക്കൂ. ഇപ്പുറത്തേക്ക് നേരെ തിരിച്ച് ഒരു നമ്മളതായിട്ടുള്ള വിശ്വാസത്തിന്റെ സംഗതിയെ ഭംഗം വരുത്തുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിൽ, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വന്നാൽ എന്തായിരിക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥ? ഇപ്പൊ സംഘപരിവാര സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ഞാനത് കണ്ടപ്പോൾ ഇത് കേവലം സംഘപരിവാര സംഘടന, അതൊരു മുതലെടുപ്പും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. അവർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉള്ളത്. നേരെ മറിച്ച് ഹൈന്ദവരായ സാധാരണക്കാരായ എന്റെയൊക്കെ സുഹൃത്തുക്കളുടെ പ്രൊഫൈലുകളിലെ സ്റ്റാറ്റസ് ഒക്കെ, ഹൈന്ദവ സഹോദരൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ അവരുടെ പൂജയും കാര്യങ്ങളും, അമ്പലത്തിൽ പോകുന്നതും, ആൽത്തറയും ഉണ്ണിക്കണ്ണനും പാട്ടും ഒക്കെ ഞാൻ സ്റ്റാറ്റസിൽ കാണാറുണ്ട്. അത് അവരുടെ വിശ്വാസപരമായ കാര്യമല്ലേ? ആലോചിച്ച് നോക്കൂ. അതിന്റെ മുമ്പിലേക്ക് ചിക്കൻ മന്തി കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് വിഷു ആശംസകൾ നേരുന്ന രീതിയിലൊക്കെ പിക്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് തിരിയാഞ്ഞിട്ടല്ലല്ലോ, ഇതിങ്ങനെ വലിയ പ്രശ്നമാവും എന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. നേരെ മറിച്ച് ഇതൊക്കെ എന്തും കാണിക്കാം. അതിന്റെ വരായികകളെ കുറിച്ച് യാതൊന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ അത് ചിന്തിക്കാൻ ഇനിയെങ്കിലും. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. നമ്മളെ നാട്ടിൽ ഒരുപാട് ആഘോഷങ്ങളും വരും. ആ ആഘോഷത്തിനൊക്കെ നമ്മളൊക്കെ ആശംസ നേരാറുണ്ട്, അവരോടൊക്കെ സന്തോഷം പങ്കുവെക്കാറുണ്ട്, അവരുടെ ആഘോഷത്തെ ബഹുമാനിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടേതായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങുകളും സ്നേഹബന്ധങ്ങളുടെയും പുറത്താണ്. നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ ചില ആഘോഷങ്ങൾ നടക്കുമ്പോൾ പള്ളികൾ ടാർപോളിനിട്ട് പൂട്ടുക, മറക്കുക. അവിടുത്തെ കച്ചവടത്തിന്റെ പേരുകളൊക്കെ മുസ്ലിം പേരുകളാണെങ്കിൽ ആ പേരുകളൊക്കെ മാറ്റാൻ പറയാം. മുസ്ലിം കച്ചവടക്കാരോട് ഇങ്ങോടെ കച്ചവടം ചെയ്യരുത് എന്ന് പറയാം. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ട്, ഇതൊക്കെ എന്തിനാ നടത്തുന്നത്? ഇതൊക്കെ ഈ സംഘപരിവാര ഫാസിസ്റ്റ് സംഘടനകൾ ആളുകൾ ചെയ്യുന്നതിലൂടെ
വലിയ പ്രയാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്ന നമ്മളെ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കുമ്പോൾ നമ്മൾ കപടന്മാരല്ലേ? അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഒരു മാപ്പൊക്കെ വന്നു. അതിനുശേഷം പിന്നെ കുറെ ആൾക്കാർ അതിൻ്റെ അത്തരം സംഗതികൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവരെ തെറി വിളിക്കാനോ അവരെ കൊല്ലാനോ അവരുടെ അവരെ അങ്ങനെ കാട്ടും, അവരുടെ സ്ഥാപനങ്ങൾ അടിച്ചു നിരത്താനോ ഒന്നുമില്ല. അതൊക്കെ ചില രാഷ്ട്രീയ താല്പര്യക്കാരാണ്. അതിലൂടെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം വളർത്താം എന്നുദ്ദേശിക്കുന്ന ആൾക്കാരെ പണിയാണ്. നേരെ മറിച്ച് നിയമ സംവിധാനങ്ങൾ കൃത്യമായി അതിൽ ഇടപെട്ടാൽ, അത് ഇപ്പുറത്താണെങ്കിലും അപ്പുറത്താണെങ്കിലും ഇടപെട്ടാൽ ഇനി പിന്നെ ചെയ്യണോന് അറിയാം ഇത് അഴിയെണ്ണേണ്ടി വരും, ഇത് ജാമ്യമില്ല വകുപ്പാണ്, ഇത് പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഭരിക്കണ സർക്കാരും പോലീസ് സംവിധാനങ്ങളുമാണ്. അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ തീരും. പക്ഷെ ചില താല്പര്യങ്ങൾ അത് സർക്കാരിലാകട്ടെ പോലീസ് സേനകളിലാകട്ടെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാഗത്ത് ഇതിങ്ങനെ പറയുമ്പോൾ അതിനോട് മൗനവും, ഇപ്പുറത്ത് അതുണ്ടാവുമ്പോൾ അതിനോട് പ്രത്യേകമായൊരു താല്പര്യം എടുത്തുകൊണ്ട് പോകുന്ന രീതി. 2 പോസ്റ്റർ, ഒന്ന് പന്നി വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഇപ്പം ഇന്നലെ കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഉണ്ണിക്കണ്ണന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള കോഴിമന്തി ആ പോസ്റ്റർ അത് വലിയ പ്രയാസം ആളുകളിലേക്ക് ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, അതിനാൽ കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള പോലീസ് അതിൽ ഇടപെട്ടതും ആ കേസെടുത്തതും വളരെ നന്നായി. അത് ചില ആളുകൾക്കുള്ള തിരിച്ചറിവുകളാണ്. തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ദിശാബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ജാഗ്രതയെ കൃത്യമായി സർക്കാരും പോലീസും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്ത അതിനോട് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി ആ അഭിപ്രായത്തെ നിങ്ങൾക്ക് മുന്നിൽ വെച്ചു നിർത്തുന്നു. നന്ദി.